ആദ്യത്തെ സീക്രട്ട്. ഹായ് എൻ്റെ പേര് അഭിമന്യു. എനിക്ക് ഇവിങ് സർക്കോമ എന്ന ക്യാൻസർ 2022 ഡയഗ്നോസ്ഡ് ആയി. 70% മാത്രമായിരുന്നു സർവൈവൽ റേറ്റ്. സർജറി മാത്രമായിരുന്നു ഓപ്ഷൻ. ഇതറിഞ്ഞതോടെ 2019 മുതൽ എൻ്റെ കൂടെയുള്ള ഗേൾ ഫ്രണ്ട് നെയിം ഡാഷ് എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി, അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതെയായി. ക്യാൻസർ ഉള്ള ഒരാളുമായി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വായിക്കൊണ്ട് പറയാതെ അവൾ എന്നെ ക്രിട്ടിക്കലായ സർജറി ടൈമിൽ പോലും കുറ്റം പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞു പോയി. സർജറി പെയിനേക്കാൾ ഞാൻ കരഞ്ഞത് അവൾ എന്നോട് ചെയ്തത് ഓർത്തിട്ടായിരുന്നു. തകർന്ന തരിപ്പണമായ ജീവിതം തീർന്നു എന്ന് കരുതി നിൽക്കുന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ലൈഫിലേക്ക് മാലാഖയായിട്ട് അവിടുത്തെ നേഴ്സായ അദീന കടന്നു വന്നു. സ്വന്തമായി മൂത്രം പോലും ഒഴിക്കാൻ പറ്റാതെ ഇരുന്ന് എനിക്ക് കെയർ തന്നതും എണീറ്റ് നിൽക്കാൻ പഠിപ്പിച്ചു തന്നതും അവളാണ്. ഞാൻ 2 വട്ടം നടക്കാൻ പഠിച്ചിട്ടുണ്ട്. 1 1996 അമ്മ പഠിപ്പിച്ചു, 2 2022 അദീന പഠിപ്പിച്ചു. ലൈഫ് തീർന്നു എന്ന് കരുതി എനിക്കൊരു പുതിയ ലൈഫ് തന്നു. അദീനയ്ക്ക് കഴിഞ്ഞ ജൂൺ മന്തിൽ UK വിസ വന്നു. ഈ നവംബറിൽ കല്യാണമാണ് ഞങ്ങളുടെ. ഞങ്ങൾ 2 പേരും ഒന്നിച്ച് അത് കഴിഞ്ഞ ഉടനെ UK പോകും. അവളുടെ വീട്ടുകാർ എതിർത്തിട്ടും എന്തിനാണ് എന്നെ കൂടെ കൂട്ടുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ഒരു ചെറിയ ജോലി ഇപ്പോഴുണ്ട്. UK ചെന്നാലും ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ ജോലി ഞങ്ങളുടെ ഒരു ബന്ധു വഴി ശരിയായിട്ടുണ്ട്. അഭിമന്യു റോയ് സ്പീക്സ് എന്ന പേരിൽ രാഷ്ട്രീയവും ചരിത്രവും സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി. അതുകൂടി ഗതി പിടിച്ചാൽ എൻ്റെ ജീവിത ലക്ഷ്യം എന്നത് is to be the best partner to the best human being I have seen. ആദ്യമായിട്ടായിരിക്കും ഒരാൾ ക്യാൻസർ വന്നതിന് ദൈവത്തിനോട് നന്ദി പറയുന്നത്. ജീവിതത്തിലെ ഒരു കരടിനെ കാണിച്ചു തന്നതും സ്നേഹം മാത്രമുള്ള ഒരു പെണ്ണിനെ എനിക്ക് തന്നതിന് ഞാൻ ക്യാൻസറിനോട് കടപ്പെട്ടിരിക്കും. ഒരു ചെറിയ തിരുത്ത്, അഭിമന്യു റോയ് സ്പീക്സ് എന്നല്ല, അഭിമന്യു റോയ് എക്സ്പ്ലെയിൻസ് എന്നായിരുന്നു ചാനലിൻ്റെ പേര്. സ്പീക്സ് എന്നത് കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻസ് ആക്കിയായിരുന്നു, ഞാൻ മറന്നുപോയി. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ അഭിമന്യു റോയ് സ്പീക്സും എക്സ്പ്ലെയിൻസും അടിച്ചു കൊടുത്തിട്ട് എനിക്ക് ചാനൽ കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് അയച്ചു തരണേ കമൻറ്റ് ബോക്സിൽ. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, മൈ നെയിം ഈസ് ഡാഷ്. പ്ലീസ് ഡോണ്ട് സേ മൈ നെയിം. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ നീഡ് യുവർ അഡ്വൈസ്. അതായത് എൻ്റെ ഒരു ഫാമിലിയിൽ 4 പേരുണ്ട്. ഞാൻ, എൻ്റെ ചേച്ചി, അച്ഛൻ, അമ്മ. ഒരു ആവറേജ് ഫാമിലിയാണ് എൻ്റേത്. ഞാൻ എൻ്റെ ചേച്ചിയും തമ്മിൽ 7 വർഷം ഏജ് ഗ്യാപ്പ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ചേച്ചിയോട് ഞാൻ പറയായിരുന്നു. പണ്ട് ഒരു വട്ടം എൻ്റെ പാരൻസ് എൻ്റെ ചേച്ചിക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്ന കാര്യം വീട്ടിലറിഞ്ഞു. ആദ്യം അവർ അധികം ഒന്നും പറഞ്ഞില്ല, ഉപദേശിച്ചു വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് നോക്കണേ ചേച്ചിയെ, എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ പറയണോ എന്ന് പറഞ്ഞു. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഈവൻ ദോ ഷി ഡിഡ്ന്റ് സേ എനിത്തിങ് ടു മീ. ഒരു വട്ടം ഞാൻ ചേച്ചി ആ ചേട്ടനെ നോക്കി ചിരിക്കുന്നത് കണ്ടു. ബട്ട് ഞാനത് ആരോടും പറഞ്ഞില്ല. ആൻഡ് അവർ റിലേഷനിലായിരുന്നു. ആൻഡ് അത് അവൾ ഞങ്ങളുടെ വേറെ കസിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല. കാരണം ഞാൻ ചെറുതായതുകൊണ്ട് അവളുടെ സീക്രട്സ് വീട്ടിൽ പറയട്ടെ എന്ന് പറയുമായിരുന്നു. ബട്ട് ഐ വാസ് ജസ്റ്റ് എ ബേബി ബാക്ക് ദെൻ. എന്നിട്ട് ആ കസിൻസ് അവരുടെ വീട്ടിൽ പോയി ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് അവർ വന്ന് അമ്മയോടും പറഞ്ഞു. അത് വലിയ സീനായി. അവളെ അന്ന് ഒരുപാട് അടിച്ചു. ഞാൻ അത് കണ്ടു. ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. നോട്ട് ബിക്കോസ് ഷീ ഡിഡ്ന്റ് സേ ഇറ്റ് ടു മീ. ഞാനൊരു ലെറ്റർ എഴുതി. അതിൽ ഞാൻ പറഞ്ഞു, താങ്ക്സ് എ ലോട്ട് ഫോർ മേക്കിംഗ് മൈ മോം സാഡ്, ഡോണ്ട് ടോക്ക് ടു മീ എന്ന്. ഞാൻ അവളുടെ പാർട്ട് ഓഫ് ദ സ്റ്റോറി കേട്ടില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ എന്നോടെല്ലാം പറഞ്ഞു. ഞാൻ അവളെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്ക് എന്നോടെല്ലാം പറയാമെന്ന്. ആ സമയത്തായിരുന്നു ഞങ്ങൾ ന്യൂ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി ഉറങ്ങാതെ അവളുടെ സ്റ്റോറീസ് കേൾക്കുമായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറും. ബട്ട് ഞാൻ കാര്യമാക്കില്ല. അവൾ പറഞ്ഞു, ഇനി നമുക്ക് എല്ലാവരും തരുന്ന പൈസ വെച്ച് ഒരു ഫോൺ എടുത്ത്. ആദ്യം അവൾ പറഞ്ഞ ID നമ്മുടെ ഫോണാണ് എന്നാണ്. ബട്ട് അവൾ എനിക്ക് അതൊന്നും നോക്കാൻ പോലും തരില്ലായിരുന്നു. ബട്ട് ആ ടൈമിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്നത് ഞാൻ അവളോട് പറയാൻ തുടങ്ങി. ബട്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഷി വാസ് മൈ റിലേറ്റീവ് ആൻഡ് ഷി ഡിഡ്ന്റ് ട്രസ്റ്റ് ഹർ. ബട്ട് അവളുടെ പാരൻസ് ഇത് തന്നെയാണ് അവളോടും പറഞ്ഞത്. എന്നെ പറ്റി ഞങ്ങൾ രണ്ടും അത് കാര്യമാക്കി എടുത്തില്ല. ബട്ട് അവൾ ട്രിവാൻഡ്രം ആയിരുന്നു, ഞാൻ കൊല്ലവും. ചേച്ചി പിന്നെ ടോട്ടലി ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി ആൻഡ് എന്നെ ഹേർട്ട് ചെയ്യാനും തുടങ്ങി. എന്നാലും ഞാൻ അവളോട് കുറച്ച് കാര്യമൊക്കെ പറയായിരുന്നു. ദോ ഷി ഡിഡ്ന്റ് ബോദർ ടു ലിസൺ. അവൾ ആ ചേട്ടനുമായി ചാറ്റ് ചെയ്യും. ഞാൻ അവളോട് എൻ്റെ ഫസ്റ്റ് പ്രപ്പോസൽ ഞാൻ അവളോട് പറയുമെന്ന്. ബട്ട് ഈ ഇടയ്ക്ക്
എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പ്രപ്പോസ് ചെയ്തു. ബട്ട് ഞാൻ അവളോട് പറഞ്ഞില്ല. ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ ഫ്രണ്ട്സായി ചാറ്റ് ചെയ്യുന്ന കണ്ട് അമ്മ അവളോട് പറഞ്ഞു അവളെ നോക്കണേ, എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന്. പക്ഷെ അവൾ എന്നെ പോലെ സപ്പോർട്ട് ചെയ്തില്ല. പകരം എന്നെ സ്ലട്ട് പോലെയുള്ള വാക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ബിഫോർ ഈവൻ കൺഫെസിങ് ടു മീ എന്നെ അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്തു. ഞാൻ നൈറ്റ് കുളിക്കാൻ പോകുമ്പോൾ ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ തല മുക്കി സഫക്കേറ്റ് ചെയ്യുമായിരുന്നു എന്നെ തന്നെ. ബൈ ദ വേ, ഞാൻ അവനോട് നോ ആണ് പറഞ്ഞത്. ആൻഡ് അത് അവളോട് പറഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. പ്ലീസ് ഹെൽപ്പ് മീ ഇവ ചേച്ചി. കുറച്ച് ലോങ് ആയി പോയി. സോറി. ഐ ഹോപ്പ് യു വിൽ റീഡ് ദിസ്. ഇത് ഏത് പാട്ടാണെന്ന് പറയണേ. ഇത് വായിച്ചാൽ പാർട്ട് 2 ആയി ഞാൻ വീണ്ടും വരാം. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യു. ഹോപ്പ് യു ആർ ഫൈൻ. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഒക്കെ അബു ആൻഡ് ബാബു സുഖമാണോ? യു നോ ദം. ഒരു സുഖമായിട്ടിരിക്കുന്നു. ഹെൽപ്പ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു കുഞ്ഞു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞു കുട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് ഫീലിങ്സ് ഇല്ലാന്നല്ല. ആ ടൈമിൽ എല്ലാവർക്കും പ്രശ്നമാണ്. എല്ലാവർക്കും പ്രശ്നമായ സമയത്ത് കുറച്ച് വലുതാവണം. കുറച്ച് വലുതായിട്ട് ജോലിക്കൊക്കെ പോകണം. എന്നാലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഉണ്ടാവും. ചേച്ചി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ചേച്ചീൻ്റെ മൈൻഡ് ആക്കണ്ട. അല്ലെങ്കിൽ ചേച്ചീനോടൊന്നും ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ നടത്തി നോക്കാം. എന്നിട്ടും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളും ചേച്ചീനെ മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇതൊക്കെ പോവും പെട്ടെന്ന് തന്നെ. ഡോണ്ട് വറി. ഹായ്, കുറേ നാളായി ഈ ഇമെയിൽ എൻ്റെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നു. വേണ്ടയോ വേണമോ എന്ന് കൺഫ്യൂഷനിൽ. എനിവേ, ദിസ് ഈസ് അവർ ലവ് സ്റ്റോറി. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഇനിയൊന്നും വേണ്ട എന്ന ചിന്തയിലിരിക്കുമ്പോൾ ആണ് കൊറോണ വന്നത്. വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ CMA USA കോഴ്സ് പഠിക്കാൻ എന്ന് വെച്ചു. അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തു. തൃശ്ശൂരിലായിരുന്നു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു തൃശ്ശൂർക്കാരി ആയിട്ട് പോലും ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴാണ് തൃശ്ശൂർ റൗണ്ട് ആദ്യമായിട്ട് കാണുന്നത്. ക്ലാസ് ഓൺലൈൻ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഓൺലൈൻ ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരുമായി കമ്പനിയായി. വൺ ഡേ എൻ്റെ സ്റ്റാറ്റസ് റിപ്ലൈ ആയി ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. മുമ്പ് ഒന്നും എനിക്ക് മെസ്സേജ് അയക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും പിന്നീട് അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. അവൻ്റെ വീട് മലപ്പുറമാണ്. അന്ന് ടിക്ടോക്കിൽ ട്രെൻഡിങ് ആയിരുന്നു ബർത്ത്ഡേ പണികൾ, സർപ്രൈസസ് ബൈ ഫ്രണ്ട്സ്. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഇതുപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന്. അവൻ ഫ്രണ്ട്സ് പ്ലാൻ ചെയ്യാറുണ്ട് ബട്ട് വർക്ക് ആവാറില്ല എന്നൊക്കെ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇവനൊരു സർപ്രൈസ് കൊടുത്താലോ എന്ന്. ജനുവരിയിൽ ഇവൻ്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റയിൽ പോയി തപ്പി കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഇയർ വിഷ് ചെയ്ത് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ കാര്യം അവതരിപ്പിച്ചു, ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. പ്ലാൻ എല്ലാം ചെയ്തു. അവൻ്റെ ബർത്ത്ഡേ അന്ന് എൻ്റെ കാർ എടുത്ത് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്ന് അമ്മയോട് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ചാലക്കുടി ടു മലപ്പുറം. അവൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാർക്കിൽ ഞാനും അവൻ്റെ ഫ്രണ്ടും വെയിറ്റ് ചെയ്ത് നിന്നു. അവൻ വന്നു. ആദ്യമായിട്ട് ഞങ്ങൾ നേരിൽ കാണുന്നത് അന്നാണ്. അവൻ സർപ്രൈസ് ആയി. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ കറങ്ങാൻ പോയി. അപ്പോൾ തുടങ്ങി അവൻ എന്നോട് ചോദിക്കുകയാണ്, ഈ സർപ്രൈസ് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയൊരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന തീരുമാനമായിരുന്നു. അതുമല്ല, ഞാൻ ക്രിസ്ത്യനാണ്, അവൻ ഹിന്ദു. വെറുതെ ഒരു കലാപം ഉണ്ടാക്കേണ്ട എന്ന് കരുതി. പക്ഷെ വഴി നീളെ അവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഞാനാണെങ്കിൽ ഇല്ല എന്നും പറഞ്ഞു. തിരിച്ച് തൃശ്ശൂർ വരെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവസാനമായി ഒന്നുകൂടെ അവൻ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഐസായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി എന്തോ ഒരു വിഷമം പോലെ. അവസാനം ഞാൻ കാർ സൈഡാക്കി മൊബൈൽ എടുത്ത് അവനെ വിളിച്ചു. കോൾ എടുത്ത വശം ഞാൻ പറഞ്ഞു, അതെനിക്കൊരു ചെറിയ ഇഷ്ടമുണ്ട്, ഇത് നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ഞാനിത് പറയാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എന്തോ വലിയ ഭാരം ഇറക്കി വെച്ച പോലെ തോന്നി എനിക്ക്. അവൻ്റെ ഒരു മെസ്സേജ് വന്നു, നമുക്ക് സംസാരിക്കാം. വീട്ടിലെത്തിയ വശം ഞങ്ങൾ കുറേ നേരം ചാറ്റ് ചെയ്തു. ഒരു ടൈം പാസ്, അതിനൊന്നും താല്പര്യമില്ല. റിലീജിയൻ, ഫാമിലി, ഡ്രീംസ് അങ്ങനെയെല്ലാം സംസാരിച്ചു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, വാട്ട് എവർ ഹാപ്പൻസ്, ഇത് ഹാപ്പി സാഡ് സിറ്റുവേഷൻ, എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ച് നിൽക്കുമോ എന്ന്. എനിക്ക് നിന്നാണ് വരുന്നത്. ആൻഡ് ഹി സൈഡ് യെസ്. ഇന്നേക്ക് 4.5 years ആയി. ഇന്ന് വരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കൈ പിടിച്ച് നിൽക്കാൻ എൻ്റെ കൂടെ അവനും ഉണ്ട്. ഇത് സീക്രട്ട് ആണോ എന്ന് ചോദിച്ചാൽ യെസ്. ഞങ്ങൾ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. അവനൊന്ന് സെറ്റിലായിട്ട് വീട്ടിൽ പറയാമെന്ന് കരുതി. അതിനുശേഷം എല്ലാവരോടും, ഈവൻ അവർ ഫ്രണ്ട്സ്. അൺടിൽ ഹീ ഈസ് മൈൻ ഫോർ എവർ. Until he is mine forever, we are gonna keep this a secret. For 2.5 years, we were in a long distance relationship. Now we are abroad. Soon we are gonna reveal our parents and all. Thanks for reading our story, Eva. You are the first person to hear our story.
ഫോട്ടോ ഞാൻ കണ്ടു. എനിക്കറിയേണ്ടത് ഈ ഇട്ടേക്കുന്ന പുള്ളോവറിൻ്റെ ലിങ്കാണ്. പ്ലീസ് പ്രൊവൈഡ് മീ വിത്ത് ദ ലിങ്ക്. ലുക്സ് സോ ക്യൂട്ട് ഓൺ യു.